ചെയ്യുന്നത്. ആ ഫാമിങ്ങിന്റെ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പൊ കിട്ടുന്നത് നമുക്ക് മുമ്പ് 27 മാസമായെങ്കിൽ ഇപ്പൊ 33.5 മാസമാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മിനിമം 100 USDT വാങ്ങിയിട്ടാണ് ഇതിനകത്ത് ഫാമിംഗ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രോജക്റ്റ് സെക്ഷനിലേക്ക് മാറേണ്ടത്. അവിടെ നമുക്ക് അപ്പൊ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ 0.20 ആണ് വരുമാനം വരുന്നത്. മുമ്പ് 0.25 ആയിരുന്നു. അപ്പൊ നമുക്ക് 800 ദിവസം വരുന്നു. അപ്പൊ നമ്മൾ ഇട്ട പണം 800 ദിവസം കൊണ്ട് 1,00,000 രൂപയെ 2 ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ 200% തരാമെന്നാണ് നമ്മുടെ സിസ്റ്റം നമുക്ക് എക്സ്പെരിമെന്റ് വെച്ചിരിക്കുന്നത്. അതിപ്പോ 1000 ദിവസമാക്കി മാറ്റി മാത്രമേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അപ്പോ ഇവിടെ 33.5 മാസം നമുക്ക് അതിന്റെ വരുമാനം കിട്ടും. അപ്പൊ അത് നമുക്ക് വരുന്ന വരുമാനം ഇപ്പൊ 1,00,000 രൂപ ഇതിലേക്ക് കറൻസി വാങ്ങി ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന വ്യക്തി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ദിവസം 200 രൂപ വരും. 100 USDT വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് 0.27 രൂപയാണ് പെർ ഡേ വരുന്നത്. മുമ്പ് ഒരു മാസം 780 രൂപ നമുക്ക് വരുമാനം വരും. അതിന്റെ 85% നമുക്ക് ചെയ്യാനുള്ള സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ 1,00,000 രൂപ കറൻസി വാങ്ങി ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെർ ഡേ 200 രൂപയാണ് നമുക്ക് വരുമാനമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മാസമാകുമ്പോൾ 6,000 രൂപ വരും. അപ്പോൾ നമുക്ക് അതിന്റെ 84% ആയിരിക്കുന്ന 5,000 രൂപയോളം ഒരു മാസം വിട്ടുവയ്ക്കാൻ പറ്റും. അങ്ങനെ 33 മാസമാണ്. അപ്പൊ 33 മാസം കൊണ്ട് ഇരട്ടിയാവുന്നതാണ്. ഈ വരുന്ന 6,000 രൂപ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ അത് രണ്ടാമത് റീഫാമിംഗാണ് ചെയ്യുന്നത്. അത് പോകുന്നത് കോമ്പൗണ്ടിങ്ങിലേക്കാണ്. അപ്പൊ നമ്മൾ വീണ്ടും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ വരുമാനം മാറുന്നത്. കാര്യം 5 ഇരട്ടി 6 ഇരട്ടിയോളം നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ പണം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്ര ഒരു വലിയ പ്രോഗ്രാമാണ്. പിന്നെ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ ഈ ഇതിനകത്ത് നമുക്ക് റിവാർഡ് കിട്ടുന്ന ഈ കറൻസിയുടെ വില എത്ര താഴ്ന്നാലും എത്ര കൂടിയാലും നമ്മൾക്ക് കിട്ടുന്ന റിവാർഡ് 5 പൈസയുടെ കുറവ് വരുന്നില്ല. അതിന്റെ മഹത്തരമാകാത്ത കാര്യം. രണ്ടാമത്, ഈ കറൻസിക്ക് വില കൂടുമ്പോൾ, ടോക്കൺ വില കൂടുമ്പോൾ, ഇതൊരു മൾട്ടി പർപ്പസ് NFT ടോക്കണാണ്. സാധാരണ നമ്മൾ വാങ്ങുന്ന പോലെ പർപ്പസ് ടോക്കൺ അല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ, ഹൈ ലെവൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫീസ്മെറ്റ് ഉപയോഗിക്കാൻ പറ്റും. അവിടെ ഓൺലൈൻ ഗെയിമിന് ഉപയോഗിക്കാൻ പറ്റും. ബൈ NFTസിന് ഉപയോഗിക്കാൻ പറ്റും. മ്യൂച്വൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഡൊണേഷൻസ്, വലിയ വലിയ കോടികൾ ഉള്ള ഡൊണേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പേ ഫോർ സിമ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്രോസ് ട്രിപ്പ് ട്രാൻസാക്ഷൻ, അങ്ങനെ ധാരാളം ഒട്ടനവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് വണ്ടർഫുൾ ടോക്കണാണ്. അപ്പൊ ഇത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ നാളെ ഈ ടോക്കൺ നമുക്ക് റെന്റിന് വരെ കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സംഭവം. കുറെ അധികം കാര്യങ്ങൾ ഈ ടോക്കൺ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. നമ്മൾ അറിയാം, നിലവിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുന്ന ഏറ്റവും അത്യന്താധുനിക സിസ്റ്റം വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫോണിൽ ഒരു ബാങ്കിൽ ലോക്കും അതിന്റെ അധികാരി നമ്മളാകുന്ന മഹത്തരമായ ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയതായി വന്നവർ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മളെ ഫോണില് നമുക്കറിയാം ഫസ്റ്റ് മാറ്റുന്ന വാലറ്റ് ഡൗൺലോഡ് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പർ കറൻസി സൂക്ഷിക്കുവാനായി നമ്മുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ അതെയാണ് വാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിജിറ്റൽ പണം സൂക്ഷിക്കുന്ന വാലറ്റിന്റെ പേരാണ് ട്രസ്റ്റ് വാലറ്റ്. ആ ട്രസ്റ്റ് വാലറ്റ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് 12 വാക്കുകൾ റൈസസും നമ്മൾ കൊടുക്കുന്ന പാസ്വേഡും. അപ്പോൾ അത്ര ഹൈ സെക്യൂർ. അപ്പൊ അങ്ങനെ ആ വാക്കുകൾ നമ്മൾ എഴുതി വളരെ ഭദ്രമായി നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങളിൽ, 2-3 സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. കഴിയുമെങ്കിൽ നമ്മുടെ ലോക്കിൽ അതിനകത്ത് സൂക്ഷിക്കണം. ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചാൽ എഴുതിയ വാക്കുകൾ. കാര്യം ഇത് നമ്മുടെ വീട്ടിലിരിക്കുന്ന വസ്തുവിന്റെ അതായത് വീടിന്റെ പ്രമാണത്തിനേക്കാൾ വലിയ വില വരാൻ പോകുന്നു. നമുക്കറിയാം, ഇന്ന് 91 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ആദ്യത്തെ രാജാവായ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ കോയിന്റെ വില. അത് 1 ലക്ഷം 1 കോടി കഴിയാനായിട്ട് ആദ്യം നാൾ കടന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനേക്കാൾ വില വരാൻ സാധ്യതയുള്ള കാര്യം ഇതൊരു മൾട്ടിപർപ്പസ് ടോക്കണാണ്. അപ്പൊ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വെർച്വൽ ബാങ്ക് ആകാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉപയോഗിക്കാൻ പോകുന്ന. അതുകൊണ്ട് അത് വളരെ ഭദ്രമായി എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വേറെ ആരും കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് ആരാണോ നമ്മൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട അല്ലെ അനുഭവിക്കേണ്ട അവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ കാര്യം നമ്മുടെ ഫോണിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളാണ് അതിന്റെ അധികാരി.
അപ്പോൾ ഇത് ഏത് സമയം വേണമെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ ഹാങ് ആകാം, ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം, വെള്ളത്തിൽ വീഴാം, തീ വീഴാം, എന്ത് സംഭവിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ രണ്ടാമത് ഈ വാക്കുകൾ എടുത്ത് പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ, അതാണ് അതിൻ്റെ ഈ. അപ്പോൾ അതിന് ഹൈ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും സെക്യൂർഡ് സിസ്റ്റമാണ് നമുക്ക് നമ്മുടെ ഡാനിയൽ ജോൺസൺ തന്നിരിക്കുന്നത്. വളരെ സെക്യൂറായ ഒരു വാലറ്റാണ് നമുക്കുള്ളത്. അതിന്റെ പേര് വിളിക്കുന്ന പേരാണ് ട്രസ്റ്റ് വാലറ്റ്. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് ഭദ്രമായി സൂക്ഷിക്കണം. അത് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ സിം ഇല്ലാത്തൊരു ഫോൺ വാങ്ങിയിട്ട് അതിനകത്ത് നെറ്റ് ഉപയോഗിച്ച് ഇത് വർക്ക് ചെയ്യാതെ, അതിനകത്ത് വേറൊരു കാര്യങ്ങൾ ചെയ്യാതെ വളരെ സെക്യൂറായി ഇത് സൂക്ഷിക്കുന്നതാണ് നല്ല കാര്യം. നാളെ കോടികൾ വില വരുമ്പോൾ ഇതിന് വലിയ വില വരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോണിൽ ഇത് ചെയ്യാതെ പ്രത്യേകമായ ഒരു ഫോൺ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നതായിട്ട് നമ്മുടെ ഈ വലിയ നമ്മുടെ സാമ്പത്തിക സമുദ്രത്തേക്ക് നയിച്ചു കഴിഞ്ഞാൽ ഇത് ഭദ്രമായി സൂക്ഷിക്കേണ്ട ചുമതല നമ്മുടേതാണെന്ന് മനസ്സിലാക്കണം. കാര്യം നമ്മുടെ ബിസിനസ്സാണ്. അപ്പൊ അതാണ് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ വലിയ വരുമാന സാധ്യതകൾ ഇവിടെ പറയാനുള്ളത്, ഒന്ന്, ഇതിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വാലറ്റ് വാങ്ങി നമ്മൾ തുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സമ്പന്നനാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എല്ലാവരുടെ കയ്യിലും കാണത്തില്ല. അപ്പൊ അവിടെ 1,00,000 രൂപ നമ്മൾ ഇതിനകത്ത് കറൻസി വാങ്ങി സൂക്ഷിച്ചത് നമുക്ക് 200 രൂപയാണ് വരുമാനം എന്നെങ്കിൽ 5 ലക്ഷം രൂപയുടെ കറൻസി വാങ്ങി നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് കിട്ടുന്നത് 1000 രൂപയാണ് പെർ ഡേയിൽ. അപ്പോൾ അത് 10 ലക്ഷം ആണെങ്കിൽ നമുക്ക് 2000 രൂപ വരും പെർ ഡേയിൽ. ഇത്ര വേണമെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് ഇതിന്റെ വില വളരെ താഴെയാണ് നിൽക്കുന്നത്. കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് എത്തിച്ച് ഈ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നവരെ ആദ്യം ഞാൻ മനസ്സിലാക്കുന്ന അവരെ കോടീശ്വരന്മാരാക്കാനാണ് സിസ്റ്റം. ഇതുപോലെ തന്നെയായിരുന്നു ബിറ്റ്കോയിൻ വന്നപ്പോഴും ചെയ്തെന്നാണ് ഞാൻ അറിയുന്നത്. എന്നോട് എന്റെ ലീഡർമാരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന വലിയൊരു ചേഞ്ച് കാര്യം, പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചിലും ബിനാൻസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചുകൾ ഇത് ലിസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ്. ജനുവരി ആകുമ്പോഴേക്കും 2025 ആകുമ്പോഴേക്കും 6 പ്രോജക്റ്റുകൾ ആവുകയാണ്. അപ്പൊ ഞാൻ ഡിസംബർ 1-ാം തീയതി ഗെയിമിന്റെ സംഭവം തുടങ്ങും. അപ്പൊ ലോകത്തുള്ള കുട്ടികൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ആ പൈസ അവരുടെ പണം എടുക്കണമെന്നുണ്ടെങ്കിൽ PVC മാത്രമേ നടക്കുകയുള്ളൂ. PVC എന്താണെന്ന് ലോകത്തുള്ള ചെറുപ്പക്കാരും അല്ലെങ്കിൽ കളിക്കുന്നവർ അറിയാൻ പോവുകയാണ്. അപ്പോ ഇതിനകത്ത് നടക്കാൻ പോകുന്ന സംഭവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വില കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ധാരാളം ആൾക്കാർ, ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ വളരെ കുറച്ച് പണം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പോലും അവിടെ ഇപ്പൊ PVC മെറ്റയാക്കി മാറ്റുന്ന ഓപ്ഷൻ നമുക്ക് കിട്ടുന്ന, നമ്മൾ USDT-യിലാണ് ഫാമിംഗ് ചെയ്യുന്നത്, വരുമാനമായിട്ട് വരുന്നത് USDT തന്നെയാണ്. ആ USDT നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, PVC മെറ്റയാക്കി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 10 വീതമാണിത്. നേരത്തെ 5-ാണെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ 10,000-ന് മുകളിൽ PVC മെറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിയുമ്പോൾ, ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ ഒരു 3-4-5 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രൈസ് 1000 രൂപ എത്താനായിട്ട് അധികം താമസം വരില്ല. അപ്പൊ എന്താ സംഭവിക്കുക, 10,000 ടോക്കൺ ആക്കി മാറ്റി വെച്ചിരിക്കുന്നത് അവരുടെ കയ്യിൽ ഇപ്പൊ 50,000 രൂപയോ 40,000 രൂപയായിരിക്കും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വന്ന റിവാർഡ് ഉപയോഗിച്ച് ആ റിവാർഡായിട്ട് വന്നിരിക്കുന്നത് ഉപയോഗിച്ചാണ് അവര് മാറ്റി എടുത്തതാണ്. ഈ 10,000-ന് മുകളിൽ 10,000, 20,000, 30,000 വരെയുള്ള അതിലും കൂടുതലുള്ള ആൾക്കാർ എന്റെ ഗ്രൂപ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ഇനി ഇതിന് 1000 രൂപയാകുമ്പോൾ കോടീശ്വരനാകുന്ന അവസ്ഥയിലാണ്. ആലോചിച്ച് നോക്കുക. ഇന്ന് നമുക്കറിയാം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഓഫർ ഉണ്ട്, എയർലി ബേർഡ് ഓഫർ എന്ന് പറയും. നമ്മള് ഇപ്പോ 1,00,000 രൂപയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ 800 PVC മെറ്റ വാങ്ങിച്ചിട്ട് നമ്മുടെ സൈറ്റിൽ 2 സൈറ്റുകൾ നമ്മൾ താഴ്ത്തെടുക്കുകയോ അല്ലെങ്കിൽ 2 പേർക്ക് താഴ്ത്ത് റെഫർ ചെയ്തിട്ട് അവരെ കൊണ്ട് ഇതേപോലെ നമ്മൾ ചെയ്ത ശേഷം നമ്മൾ ചെയ്യുന്ന 1000 USDT ആണെങ്കിൽ താഴത്തെ 2 സൈറ്റിൽ അവരെ കൊണ്ട് 1000 USDT ചെയ്യുകയാണെങ്കിൽ, ഇനി നമ്മൾ തന്നെയാണ് ഈ 3 സൈറ്റ് ചെയ്യണമെങ്കിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ 7 മാസക്കാലം കൊണ്ട് ഈ 3 സൈറ്റിൽ നിന്നും കൂടെയുള്ള വരുമാനം എടുക്കാമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് തിരികെ കിട്ടും. അപ്പൊ ആദ്യത്തെ സൈറ്റിലെ പണം നമുക്ക് 0.90 വെച്ചിട്ടാണ് കിട്ടുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഫാമിംഗ് ചെയ്ത 0.20 ഈ എയർലിബേർഡ് ഓഫർ ആകുമ്പോൾ നമുക്ക് 0.70 അധികമായിട്ട് കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ സൈറ്റിലെ പണം 222 ദിവസം അല്ലെങ്കിൽ 7 മാസം കൊണ്ട് അത് 200% എത്തുന്നു.
അപ്പൊ ബാക്കിയുള്ള 2 സെറ്റ് നമ്മുടേതാണെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയും പണം നമുക്ക് തിരികെ എടുക്കാൻ പറ്റും 7 മാസം കൊണ്ട്. വീണ്ടും നമുക്ക് 2 സൈറ്റുകൾ നമ്മുടെ തന്നെ താഴെ ഉള്ളതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? 26 മാസം നമുക്ക് വരുമാനം ലഭിക്കും. അപ്പൊ അത് നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ റൗണ്ടിലേ നമുക്ക് ചെയ്യാൻ പറ്റും. 100ന്റെ ഗുണിതങ്ങളായിട്ട് ഇപ്പൊ 5 യൂണിവേഴ്സിറ്റിയോ 1000 യൂണിവേഴ്സിറ്റി അങ്ങനെ എങ്ങനെ വേണം ചെയ്യാം. അപ്പൊ 5 ലക്ഷമോ 6 അങ്ങനെ വേണം ചെയ്യാം. അപ്പൊ 5 ലക്ഷം വെച്ചിട്ട് 3 സൈറ്റ് വേണം ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോൾ അതിന് റൗണ്ട് ഫിഗർ എടുക്കണം. 130 കൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് റൗണ്ടായിട്ട് കിട്ടുന്ന ഫിഗറിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു വണ്ടർഫുൾ ആണ് നമ്മുടെ പണം. അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഓഫർ തന്നെ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അടുത്ത നമ്മൾ 7 മാസം കൊണ്ട് നമ്മുടെ പണം നമ്മൾ മുടക്കിയ പണം തിരിച്ച് ഏതെങ്കിലും ഓഫർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 സൈറ്റിൽ വരുന്ന ഫണ്ട് നമുക്ക് കോമ്പൗണ്ട് ചെയ്താൽ തന്നെ വലിയ എമൗണ്ട് ആയി അത് മാറും. അപ്പോ ഇത്രയും വലിയ ഓഫറൊക്കെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ പിന്നെ സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ അത്ര വലിയൊരു പ്രോഗ്രാമാണ്. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ഈ 10,000 കോയിൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നവര് ഇതുപോലെ 7 ഓഫർ ചെയ്യുമ്പോൾ ഞാനൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ 1 കോടി രൂപ എടുത്ത് നമ്മളുമായി ഡിവൈഡ് ചെയ്തിട്ട് 3 സൈറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ സൈറ്റ് ഏതാണ്ട് 9 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. ഇപ്പൊ 3 താഴത്തെ സൈറ്റിന് 4 ലക്ഷം. അപ്പൊ ഏകദേശം 13 ലക്ഷം രൂപയോളം വരുമാനം വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ നോർമൽ കേസിലാണെങ്കിൽ 100 ലക്ഷം രൂപ നമ്മൾ ഫാമിംഗ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന 1,06,000 വെച്ചിട്ട് 6 ലക്ഷം രൂപയെ വരുള്ളൂ. പക്ഷെ ഈ ഓഫറിന്റെ രീതിയിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ 12-13 ലക്ഷം രൂപയോളം വരുമാനം വരും. അപ്പൊ നമ്മൾ 12 ലക്ഷം വരുന്നത് കരുതും. അപ്പൊ അതിൽ കൂടുതൽ വരാൻ സാധ്യത. നമ്മൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് 33,33,330. 3ആയിട്ട് നമ്മൾ 1 കോടിയെ 3ആയിട്ട് ഭാഗിച്ചാൽ മതി. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 130 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അത്ര യൂസ് കിട്ടുമെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അതിനെ നമ്മൾ ആദ്യത്തെ സൈറ്റിൽ 0.90 കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ പെർസെന്റേജ് കണ്ടാൽ മതി. താഴത്തെ 0.20 വെച്ച് വരും. വളരെ സിമ്പിൾ ആണ് അതിന്റെ കണക്ക് നമുക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞു. അപ്പോ ഈ 12 ലക്ഷം രൂപയൊക്കെ വരുമാനം വരുമ്പോൾ നമുക്ക് അല്പം കടമൊക്കെ ഉള്ള ആൾക്കാരാണ് 2 ലക്ഷം രൂപ മാസം വിഡ്രോ ചെയ്യുന്നു. ബാക്കി 10 ലക്ഷവും നമ്മളിലേക്ക് തിരികെ നമ്മൾ വീണ്ടും റീഫാം ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപ ചെയ്ത 60,000 രൂപ വെച്ച് വരുമാനം ഓരോ മാസവും കൂടും. അപ്പോ മുതലിനകത്ത് 10 ലക്ഷം രൂപ വെച്ച് 10 മാസം ആകുമ്പോൾ 1 കോടി രൂപ. അപ്പൊ 1 കോടി 2 കോടി ആവും. ഒപ്പം ആ 60,000 6 ലക്ഷം രൂപയായിട്ട് വരുമാനം വർദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കണക്കിന് ഞാൻ നോക്കിയിട്ട് ഇപ്പോ ഈ PVC നെറ്റയാക്കി മാറ്റിയിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ 4 രൂപയ്ക്ക് വരെ കോയിൻ കിട്ടുന്നത്. അത് അപൂർവമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വാങ്ങിയാണെങ്കിൽ തന്നെ വളരെ ചെറിയ എമൗണ്ട് മുടക്കിക്കൊണ്ട് ഇതിനകത്ത് സമ്പന്നനാകാവുന്ന വലിയൊരു അവസരം ഈ സമയത്തുണ്ട്. പക്ഷെ ഈ കോയിൻ 1000 രൂപയായിട്ട് മാറിയ നേരെ തിരിയും. കാര്യം 10,000 കോയിൻ വാങ്ങാൻ ഇപ്പോ 4 രൂപ വെച്ചിട്ട് നമുക്ക് 40,000 രൂപ മതി. ഇനി ഈ കോയിൻ 1000 രൂപയായി കഴിഞ്ഞാൽ ഈ 10,000 വാങ്ങണേ 1 കോടി രൂപ വേണം. ഇന്ന് 91-92 ലക്ഷം രൂപ മുടക്കി ബിറ്റ്കോയിൻ വാങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. അതേ അവസ്ഥ നാളെ ഇതിന് വരും. അപ്പോ ഇത്ര വലിയൊരു സൗഭാഗ്യത്തിന് മുമ്പിൽ ഇത്രയും നല്ല സമയത്ത് വന്ന് എത്തപ്പെടാൻ സാധിച്ചവരാണ് എന്റെ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെ ആക്റ്റീവായിട്ട് ഈ സൗഭാഗ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടാം. നമുക്ക് ഇതിന് 20 മെട്രിക്സ് ഉണ്ട്. 2 കാര്യത്തിനകത്തുണ്ട്. സീഡ് ഫണ്ടിങ്ങിനകത്തുണ്ട്, ടോക്കൺ ഫാമിങ്ങിനകത്തുണ്ട്. അത് ഇതിനേക്കാൾ വലിയൊരു സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ 20 ലെവലാണ് നമുക്ക്. അപ്പൊ നമ്മള് ഫസ്റ്റ് ലെവലിൽ നമുക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാരിൽ നമുക്ക് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% ആണ്. ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക് പ്രകാരമാണ് നമ്മൾ 20 പേരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ 1 കോടിയുടെ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവര് 12 ലക്ഷം രൂപയുടെ വരുമാനം വാങ്ങണമെങ്കിൽ അതിന്റെ 20% അടിച്ചു നോക്കുക. 2,40,000 വെച്ച് 20 പേരിക്കും റഫർ. അത് 1 മാസം കിട്ടുമല്ലോ നമുക്ക്. റഫറിലേക്ക് നമുക്ക് കിട്ടുന്നത് ഡേറ്റ് നമുക്ക് അറിയാം, സമയം അറിയാം. അപ്പൊ എത്ര വലിയ തുകയായിട്ടാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിരിക്കുന്ന അശോക് സാർ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റാ ആർമി എന്ന് പറഞ്ഞിട്ട് അതിന്റെ മീറ്റിംഗ് ശനിയാഴ്ച നടക്കും. അപ്പോ ഇതിനകത്ത് 18,000 രൂപ മുടക്കിയെങ്കിലാണ് ഇപ്പൊ നമ്മൾ ഞാനത് പറഞ്ഞപ്പോ വിട്ടുപോയി. നമുക്ക് 5,000 രൂപയോളം നമുക്ക് സീഡ് ഫണ്ട് ചെയ്യുന്നതിനും മിനിമം ബാലൻസ് വാങ്ങിച്ചു വെക്കുന്നതിനും എടുക്കും. 13,000 രൂപയ്ക്ക് നമ്മൾ 100 UST വാങ്ങി ഫാം ചെയ്തുകൊണ്ട് സിസ്റ്റത്തിന്റെ ഇതിലേക്ക് നമുക്ക് മിനിമം നമുക്ക് ഇതിലേക്ക് കടന്നു വരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള 20 പേരെ നമ്മൾ റെഫർ ചെയ്യുക. അപ്പൊ അങ്ങനെ റെഫർ ചെയ്യുക. ഒപ്പം നമ്മൾ വ്യാഴാഴ്ച
ഞായറാഴ്ച വരെ നടക്കുന്ന ഈ മീറ്റിംഗ്, ഇപ്പൊ ഈ NRI മീറ്റിംഗ് ഉൾപ്പെടെ പങ്കെടുക്കുക എന്നുള്ളതും, ഒപ്പം അതിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് ക്ഷണിക്കുക എന്നുള്ള രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. മെറ്റ് ആർമിയെ വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു പെയ്ഡ് പ്രോഗ്രാം ഉണ്ട്. അദ്ദേഹം അതിന് പണം കൊടുക്കുന്ന നമ്മുടെ മൈഗ്രേറ്റ് ലീഡറാണ്. 1.5 ലക്ഷം രൂപയുടെ ബിറ്റ്കോയിനാണ് കൊടുക്കുന്നത്. അപ്പൊ അതില് ഒരു ബോർഡ്, ഒരു ഗ്രൂപ്പ് ആൾക്കാർ നോക്കുന്നുണ്ട്. അവര് ബ്ലോക്ക് ചെയിനിൽ പരസ്യം കൊടുത്തുകൊണ്ട് വിദേശത്തുള്ള 186 രാജ്യം, ഇപ്പൊ 136 രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഈ പരസ്യം പോയിട്ട് ധാരാളം പേരിലേക്ക് അവർ റഫറലിന്റെ കാര്യം, ഈ സീസണിലേക്ക് നമ്മൾ നാളെ വരണമെന്നുണ്ടെങ്കിൽ, ആര് വരണമെന്നുണ്ടെങ്കിലും ഒരാളുടെ റഫറൽ മാത്രമേ വരുള്ളൂ, വരാൻ പറ്റുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും വിദേശത്തുള്ള ആൾക്കാർക്കറിയാം, അമേരിക്കയിലും ജപ്പാനിലും മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കറിയാം ബിറ്റ്കോയിന്റെ തന്നെ കോയിനാണ്, അവരുടെ ആ ഗ്രൂപ്പിന്റെ കോയിനാണ്. നാളെ ലക്ഷങ്ങളും കോടികളും വില വരുമെന്നുള്ള അവർക്ക് അറിയാം. അപ്പോ തീർച്ചയായിട്ടും എന്റെ റഫറലിൽ തിരക്ക് വരുന്നത് ബ്ലോക്ക് ചെയിനിലാണ്. ബ്ലോക്ക് ചെയിനിൽ നമുക്ക് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രൂപ്പിനുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പരസ്യം കൊടുത്തിട്ട് അതിലൂടെ വരുന്ന റഫറൽ നമ്മുടെ താഴത്ത് വെച്ച് തരികയാണ്. അത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം 20 ബിസിനസ്സുകൾ ക്ലോസ് ചെയ്യുക, ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സിലേക്ക് കുറച്ചുപേരെ വിളിച്ച് ഈ ക്ലാസ്സിലേക്ക് കയറ്റി, ഇത്രയും ചെയ്താൽ അവിടെ നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കോടികൾ ചെയ്യുന്ന ആൾക്കാരുടെ റഫറൽ നമുക്ക് വെച്ച് തരും. അങ്ങനെ മിനിമം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഗ്യാരണ്ടി ചെയ്യുന്ന വളരെ വലിയ മഹത്തരമായ കാര്യമാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ മൈസൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു ലീഡർമാരെ ഒരു ഗ്രൂപ്പിന്റെ തലവനാണ് അദ്ദേഹം. ഇന്ന് അതിനെ ഒരു ഫിൻടെക് കമ്പനിയായി രജിസ്റ്റർ ചെയ്തിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെബിയുടെ അംഗീകാരമായി സമർപ്പിച്ചിട്ടുണ്ട്. നാളെ നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള ടാക്സ് എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ സംരക്ഷിക്കാൻ കൂടിയാണ് അദ്ദേഹം ഇതുപോലൊരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് വലിയൊരു പണം മുടക്കുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഇതിൽ മാത്രം ജീവിതം അർപ്പിച്ചുകൊണ്ട് സ്വന്തം മകനുമായിട്ട് വടക്കേ ഇന്ത്യ, നമ്മൾ വീട്ടിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹം വടക്കേ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും കറങ്ങി നടന്ന ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഹോരാത്രമായി കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം മഹത്തരമായ ലീഡർമാരുടെ സപ്പോർട്ടോടുകൂടി ഇന്ന് ലോകത്ത് നടക്കുന്ന മറ്റുള്ള ഈ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായിട്ടുള്ള നമുക്കുള്ള വിവരം പറഞ്ഞു തരികയും എല്ലാ സമയങ്ങളിൽ ഇതിൽ നടക്കുന്ന അപ്ഡേഷൻസ് സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി ഈ ഗ്രൂപ്പിന്റെ അകത്ത് വന്നിരിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം എന്ന് പറയാൻ, ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട പണം അദ്ദേഹം ഇപ്പം ധാരാളം പേർക്ക് പണം കൊടുക്കുന്നു. കാര്യം കൃത്യമായിട്ട് സിസ്റ്റത്തിലൂടെ നമുക്കിപ്പോ പണം കിട്ടാൻ തുടങ്ങും. അതിനു മുമ്പ് തന്നെ നമുക്ക് അപ്പൊ ഒരാൾ ഈ സിസ്റ്റത്തിൽ വന്നു, അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഫണ്ട് വരെ അദ്ദേഹം പൈസക്ക് കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പണമാണ് അദ്ദേഹം ഒരു മാസം നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഇപ്പൊ ഇതിനകത്ത് ലോൺ എടുത്തൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ സഹായം അല്ലെങ്കിൽ വലിയൊരു കരങ്ങൾ നമ്മളെ സംരക്ഷിക്കാനുണ്ട് ഈ സിസ്റ്റത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ സമയം അതിക്രമിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ മീറ്റിംഗ് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നമുക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ് ഈ പവർ ഇന്റർനെറ്റിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. നമ്മുടെ ലോകത്ത് ഈ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നവരെല്ലാം നാളെ അതത് നാടുകളിൽ നിങ്ങൾ എവിടെയാണോ വർത്തിക്കുന്നത് അവിടെ നിങ്ങളെ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൊച്ചു കാര്യങ്ങളാണ്, പക്ഷെ അത് കൃത്യമായി നമ്മൾ നെഞ്ചിലേറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളും പരാജയപ്പെടാത്ത ഒരു വണ്ടർഫുൾ സിസ്റ്റമാണ്. അപ്പൊ അതിന്റെ മുഴുവൻ കാര്യങ്ങളും എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ അപ്ഡേഷൻസും നടന്നു തീരാൻ അവസാന സമയം. അപ്പൊ അത് എല്ലാം ഓണായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകണം 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചെയ്യുമ്പോൾ വലിയ തീരുമാനത്തിന്റെ ഉടമകളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ.